പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അളിയൻ മരണപ്പെട്ടതുകൂടി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ നാട് തിരൂർ ഭാഗത്താണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഇന്ന് രാവിലെ മുതൽ ഇവിടെ ആരംഭിച്ച QHLSൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വെളിച്ചം പരിപാടി വളരെ സജീവമായ രീതിയിൽ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലൈവ് പ്രോഗ്രാം പൂർണ്ണമായും ഞാൻ കേട്ടിരുന്നു. ബഹുമാന്യനായ നമ്മുടെ മുഹമ്മദ് അനസ് മൗലവി സാഹിബിൻ്റെ അവതരണവും അതിനുശേഷം ബുസ്താനി ഏവറുകളുടെ പ്രസംഗവും ഇപ്പോൾ അവസാനിച്ച അനസ് നദിയുടെ പ്രസംഗവും എല്ലാം കേട്ടു. ഈ പ്രസ്ഥാനം ജനങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആൻ്റെ സന്ദേശം എത്തിക്കുവാൻ വളരെ വർഷങ്ങളായി വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. QHLSൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെയും വിദേശങ്ങളിലെയും പല ഭാഗങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് റിയാദ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നത് എനിക്ക് നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് പ്രവാസികളായുള്ളവർക്ക് പരിശുദ്ധ ഖുർആൻ്റെ വിശദീകരണം പഠിക്കുവാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നബിചര്യയുടെ പുസ്തകം വ്യക്തമാക്കി എഴുതിയ മുഹമ്മദ് അമാനി മൗലവി സാഹിബ് തന്നെ പരിശുദ്ധ ഖുർആൻ്റെ തഫ്സീറും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ GCC കൺട്രികളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നുണ്ട്. അവിടെയെല്ലാം ധാരാളം പഠിതാക്കളുണ്ട്. കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഈ സംരംഭം വളരെ നല്ല ഒരു രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റ് പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ QHLS എന്ന പ്രസ്ഥാനം നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള സേവനം വളരെയധികം മഹത്തായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കിന്നറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് അനസ് മൗലവി സാഹിബ് രാവിലത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കൊട്ടപ്പുറത്തും അതുപോലുള്ള പല പ്രദേശങ്ങളിലും നടന്ന വാദപ്രതിവാദങ്ങൾ നമ്മുടെ പലരുടെയും ഓർമ്മയിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിനെ തുറന്ന് ഇന്ന് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ഗതികെട്ട ഒരു പരിപാടി മനുഷ്യരെ തന്നെ അള്ളാഹുവിലേക്ക് സ്ഥാനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന, പ്രത്യേകിച്ച് നമുക്കറിയാം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ട സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന CM മടവൂരിനെ പോലുള്ള ആൾക്കാരെ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന വളരെ വിനാശകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശബ്ദിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് ഖുർആൻ പഠിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു കാര്യം നമ്മോട് അറിയിച്ചിട്ടുള്ളത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നൊരു സമുദായം ഉണ്ടാകണമെന്നുള്ളതാണ്. നന്മ കളിക്കുമ്പോൾ മാത്രം പോരാ, അതിനെതിരെ ഉണ്ടാകുന്ന എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെ സജീവമായി പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ പ്രത്യേകിച്ച് QHLSൻ്റെ പഠിതാക്കളും പണ്ഡിതന്മാരും സുഹൃത്തുക്കളുമൊക്കെ തയ്യാറാകണം. കാരണം അത്രയും അധികം മലീനസമായ ഒരു കാര്യങ്ങളിലേക്കാണ് നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് അള്ളാഹു താര തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അലൈസല്ലാഹു ബിഖബ്ദിൻ ആഫ, നിങ്ങൾക്കൊരു അള്ളാഹു മാത്രം പോരെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പോരാ, മറ്റുള്ളവരുടെയും കൂടി ആവശ്യമുണ്ട്.
അവരെയും കൂടി ഇടകലർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥന പൂർത്തിയാകുകയുള്ളൂ എന്നാണ്. അദ്ദുആഉ ഹുൽ ഇബാദ, അദ്ദുആഉ ഹുൽ ഇബാദ എന്നൊക്കെ നമ്മൾ സാധാരണ പണ്ഡിതന്മാരിൽ നിന്നും നമ്മുടെ ഖുതുബ പ്രഭാഷണങ്ങളിൽ കേൾക്കുന്നതാണ്. പ്രാർത്ഥന ആരാധനയുടെ മധ്യയാണ്. അപ്പോൾ ആരാധന ചെയ്യണമെങ്കിൽ നമ്മളുടെ പൂർണ്ണമായ രീതിയിലുള്ള മനസ്സ് അതിനു വേണ്ടി ശുദ്ധമാകണം. നമ്മുടെ ബുസ്താനി സാഹിബ് അത് വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചു. അദ്ദേഹം ഓരോ പോയിൻറ്റും ഖുർആനിൻ്റെ ചരിത്രങ്ങളും അതോടൊപ്പം തന്നെ പ്രവാചകന്മാരുടെ കാര്യങ്ങളുമൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആയിരം തവണ ഓരോ കാര്യങ്ങളും പറഞ്ഞതായിട്ട് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനെ അദ്ദേഹം പരിചയപ്പെടുത്തി ഇവിടെ സംസാരിച്ചത് റിസാലത്തും തൗഹീദും അതുപോലെ ആഖിറത്തും, ഈ 3 കാര്യങ്ങൾ അദ്ദേഹം വളരെ സംക്ഷിപ്തമായിട്ട് വിശദീകരിച്ചു. ഈ 3 കാര്യങ്ങളിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ആഖിറത്തിലേക്ക് പോകാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ തൗഹീദ് പൂർണ്ണമായും കൃത്യമാകണം. അതിനനുസരിച്ച് പ്രവാചകൻ്റെ ചര്യകൾ പൂർണ്ണമാകണം. എന്നാൽ മാത്രമേ ആഖിറത്തിലേക്കുള്ള നമ്മളുടെ കാര്യങ്ങൾ തീർച്ചയായും സ്വീകരിക്കപ്പെടുകയുള്ളൂ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു കാര്യമാണ് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. പഠിച്ചവനെ ഇത് ഞങ്ങളിത് സ്വീകരിക്കണേ. ഇപ്പോൾ ഒരു മീറ്റിംഗ് കൂടെ നടത്തി. ഇതിൻ്റെ ഭാരവാഹികളും ഇതിൻ്റെ പ്രവർത്തകന്മാരും ഒക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തേടേണ്ടത് അള്ളാഹു ഇത് സ്വീകരിക്കണമെന്നുള്ളതാണ്. അതല്ലാതെ കുറേ ആൾക്കാർ ഇവിടെ കൂടി ഒരു പരിപാടി നടത്താമെന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ജനങ്ങളിലേക്ക് നമ്മളുടെ കൃത്യമായ ആദർശം, തൗഹീദിൻ്റെ ആദർശം, റിസാലത്തിൻ്റെ പ്രബോധനം ഇത് പൂർണ്ണമായി എത്തിച്ചു കൊടുക്കുവാനാണ് ഈ വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുള്ളത്. ഇതിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ രക്ഷിതാക്കളുണ്ടാവും, പ്രായമുള്ളവരുണ്ടാവും. അവരൊക്കെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ സംഭവത്തിൽ. അവർക്കൊക്കെ വൈകുന്നേരം ഇവിടെ അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ എല്ലാവരും ഇത് പഠിക്കാൻ താല്പര്യമെടുക്കണം, കൂടുതൽ സജീവമായി വരണം, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് കരുതിക്കൊണ്ടാണ്. അല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു ഉദ്ദേശവും ഇതിലില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ ഈ എടവനക്കാട് പ്രദേശമെന്ന് പറഞ്ഞാൽ നമ്മുടെ തൗഹീദിൻ്റെ രംഗത്ത് പ്രത്യേകിച്ച് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് ഒരു കാലത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുകയും സക്കാത്ത് കമ്മിറ്റികളൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ സ്ഥലത്ത് വരുമ്പോൾ ഈ സമയത്ത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ജമാഅത്തിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ സർവശക്തനായ അള്ളാഹുവെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അള്ളാഹുവിൻ്റെ നാമത്തിൽ നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.